നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം പൊരുത്തം എന്നുള്ളതാണ്. പൊരുത്തം വേണ്ടാത്ത ഒരു മേഖലയും മനുഷ്യനെ സംബന്ധിച്ചില്ല. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം പൊരുത്തം ആവശ്യമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പൊരുത്തത്തിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും, ഒരാണും പെണ്ണും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് ആദ്യത്തെ പൊരുത്തം. പിന്നീട് ശാരീരിക ബന്ധങ്ങളിലൂടെ വളർന്ന് അവനവൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അടിസ്ഥാന തത്വമാണ് പൊരുത്തം എന്നുള്ളത്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പൊരുത്തമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ. പലപ്പോഴും മനസ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളെ കയ്യിലല്ല. രണ്ട് വ്യക്തികൾ രണ്ട് സ്ഥലത്ത് ജനിച്ചവരായിരിക്കും, രണ്ട് രാജ്യത്ത് ജനിച്ചവരായിരിക്കും. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ ബാഹ്യതലത്തിൽ അവരുടെ സംസ്കാരങ്ങളോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കൾച്ചർ ആണ് പൊരുത്തത്തിൻ്റെ പ്രാഥമികമായ അടിസ്ഥാനം. കൾച്ചർ ഒരുപോലെ വന്നില്ലെങ്കിൽ പൊരുത്തം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന ഞാൻ എന്ത് ചിന്തിക്കുന്നു ആ എൻ്റെ ചിന്തയെപ്പോലെ തന്നെയാണ് എൻ്റെ പാർട്ട്ണറും എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നുന്നത്. അത് പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ആയാൽ തന്നെയും ഈ അടിസ്ഥാന തത്വത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതോടുകൂടി അവരുടെ ജീവിതം ആരംഭിക്കുകയാണ്. ജീവിതം ആരംഭിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും കുറച്ച് യാഥാർത്ഥ്യത്തിലേക്കാണ് പിന്നീട് മനുഷ്യൻ പോകുന്നത്. ഇവിടെയാണ് യഥാർത്ഥ പൊരുത്തത്തിൻ്റെ ഘടകങ്ങൾ ഒന്നിനൊന്ന് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ചിന്തിക്കുന്ന അതേ രീതിയിൽ ഒരു വ്യക്തിയുടെ കൺസെപ്റ്റിനോട് കൂടി ചേർന്നുകൊണ്ട് ഒന്നുകിൽ അത് ശരി എന്നും അല്ലെങ്കിൽ അത് തെറ്റ് എന്നും പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയോട് മറ്റേ വ്യക്തിക്കുണ്ടാകുന്ന സമതുലനമായ ഒരു മാനസികാവസ്ഥ, അതാണ് പൊരുത്തത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് അനേകം ഘടകങ്ങൾ ചേർന്നു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് അതിനോട് ബന്ധപ്പെട്ട ആവശ്യങ്ങളെ സ്വാംശീകരിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ നമ്മൾക്ക് എത്രത്തോളം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വിഷയങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പൊരുത്തത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പം ജ്യോതിഷ സംബന്ധമായിട്ട് രണ്ട് ജാതകങ്ങൾ ചേർക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജാതകം ചേർത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആദ്യം രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുന്നു, അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്
അവർ ജാതകത്തിലൂടെ അടുത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. ശരി, മനസ്സുകൊണ്ട് എനിക്ക് അവളെയും അല്ലെങ്കിൽ അവനെയും ഇഷ്ടമായി എന്ന് വന്നാൽ പിന്നീട് എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? പിന്നെ എന്ത് പൊരുത്തമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അഥവാ നിങ്ങൾക്ക് വേണ്ടി ജ്യോത്സ്യന്മാർ അന്വേഷിക്കുന്നത്? അവിടെയാണ് സത്യസന്ധമായ ഒരു അന്വേഷണം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. ഒന്ന് മാനസികവും മറ്റൊന്ന് ശാരീരികവുമാണ്. രണ്ടു തരം പൊരുത്തങ്ങളിൽ ഒന്ന് ശാരീരികമാണ്, മറ്റൊന്ന് മാനസികമാണ്. പിന്നീട് അങ്ങോട്ടുള്ളത് ഒന്നും തന്നെ നമ്മളെ കൈവശമുള്ളതല്ല. കാരണം രണ്ട് രക്തഗ്രൂപ്പ് എടുക്കുക. നമ്മൾ രണ്ട് രക്തഗ്രൂപ്പ് എടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള രക്തഗ്രൂപ്പ് ചേരില്ല. രണ്ട് പോസിറ്റീവ് ചേർന്നാൽ ഒരു പോസിറ്റീവ് കിട്ടും, രണ്ട് നെഗറ്റീവ് ചേർന്നാൽ ഒരു നെഗറ്റീവ് കിട്ടും. ഒരു പോസിറ്റീവ് നെഗറ്റീവും ചേർന്നാൽ റിസൾട്ട് നെഗറ്റീവാണ്. ഏത് മേഖലയിലായാലും നെഗറ്റീവായ ഒരു റിസൾട്ട് ആരും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ എന്തിനെയാണ് ഈ പൊരുത്തം പ്രതിനിധീകരിക്കുന്നത്? ജ്യോതിഷ സംബന്ധമായ പൊരുത്തം എന്ന് പറയുന്നത് എന്താണ്? അത് നിർബന്ധമാണോ? നിർബന്ധക്കേടും നിർബന്ധമില്ലായ്മയും ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് അവരാണ് അതിൻ്റെ തീരുമാനമെടുക്കുന്നത്. നിങ്ങൾക്കത് നിർബന്ധമല്ല എന്നാണെങ്കിൽ പിന്നെ ഒന്നും അവിടെ പ്രസക്തമല്ല. എന്നാൽ ജീവിതത്തിൻ്റെ പല തരത്തിലുള്ള ഗതിവിഗതികളെ നേരിടാനുള്ള പ്രാപ്തിക്ക് ഈ രണ്ട് വ്യക്തികളുടെ ജാതകങ്ങളിൽ യോഗബലമുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഏറെക്കുറെ സമാധാനപരമായും ഒക്കെ മുന്നോട്ട് പോകും. അതിനാണ് പൊരുത്ത നിർണയം വെച്ചിട്ടുള്ളത്. പൊരുത്ത നിർണയം സത്യസന്ധമല്ല എങ്കിൽ അത് വിപരീത ഫലം ചെയ്യും, ഒരു സംശയമുണ്ട്. അപ്പൊ എങ്ങനെയാണ് പൊരുത്ത നിർണയം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ 20 പൊരുത്തം ഉണ്ടെന്നാണ് പറയുന്നത്. അഗൂഢഗൂഢവേദേന ദിദ്വാഹി ഘടനാഗുണ അഗൂഢോ ദ്വാദശവിധ ഗൂഢസ്ഥട്ടവിധോ മത. അഗൂഢമെന്ന് 12ഉം ഗൂഢമെന്ന് 8ഉം, ഇങ്ങനെ 20 പൊരുത്തം. എന്താണ് പൊരുത്തം? അവിടെ വീണ്ടും സംശയമാണ് നമുക്ക് വരുന്നത്. അതാണ് രാശിശ്ച രാശ്യാധിപ വശ്യഗണ പ്രശസ്ത മഹേന്ദ്രയോനി ദിന മധ്യമരജ്ജു വേദ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അപ്പോൾ അതിങ്ങനെ പറയാം, നമുക്ക് ഇംഗ്ലീഷിലേക്ക് അത് കുറച്ചൊക്കെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ പറയാം: മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ, ഫിനാൻഷ്യൽ, ഐഡിയോളജിക്കൽ, സെക്സ്വൽ, ഇങ്ങനെ ഓരോന്നിനും സന്തുലനം വേണം. ഫിനാൻഷ്യൽ ഈക്വലിറ്റി വേണം, എഡ്യൂക്കേഷൻ ഈക്വലിറ്റി വേണം, ജോബ് ഈക്വലിറ്റി വേണം, ഫിസിക്കൽ ഈക്വലിറ്റി വേണം, ഇമാജിനേഷൻ ഈക്വലിറ്റി വേണം. ഇതെങ്ങനെയാണ് കണ്ടെത്തുക? വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ? വേറെ യാതൊരു കൺസെപ്റ്റ് കൊണ്ടും നമുക്കത് കണ്ടെത്താൻ നിർവാഹമില്ല. ഒരാളുടെ ഉള്ളിലുള്ളത് കണ്ടെത്താൻ നിർവാഹമില്ല. ഇങ്ങനെ ഒരാളുടെ ഉള്ളിലുള്ള ഘടകങ്ങൾ, അടിസ്ഥാന ഗുണങ്ങൾ അറിയാനുള്ള ഒരേ ഒരു മാർഗം ഹോറോസ്കോപ്പാണ്, ജാതകമാണ്, ജ്യോതിഷമാണ്. വേറെ ഒരു നിവൃത്തിയില്ല. കൗൺസിലിംഗ് കഴിഞ്ഞ് വിവാഹം കഴിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. കൗൺസിലിംഗ് പോലും നമുക്ക് മുഴുവനായിട്ട് കിട്ടത്തില്ല. കിട്ടുമോ? കിട്ടില്ല.
എൻ്റെ അതുവരെ കഴിഞ്ഞ കാലം, ആ കഴിഞ്ഞ കാലത്തിൽ ഞാൻ സമ്പാദിച്ച എൻ്റെ സംസ്കാരം, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ യൂണിറ്റി ഇമാജിനേഷൻ, എൻ്റെ ഫിനാൻഷ്യൽ ഐഡിയോളജി, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, എൻ്റെ സെക്സ്വൽ ഇൻട്രസ്റ്റ്, ഇങ്ങനെ ഒരു 12 എണ്ണം. അടുത്ത് പറഞ്ഞു, ദൃഷ്ടിർമനസ്തദാരേഖ ദേഹസ്ഥാനാഭിജാത്യം വിദ്യ വിനയസമ്പത്തി ദൈവശിക്ഷ തഥാ ശ്രുതി. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കാണ്. പൊരുത്തമെന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞാൽ ഫിനാൻസ് വേണം, എഡ്യൂക്കേഷനുള്ള ആളുകൾക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ജോബ് വേണം, ജോബ് കഴിഞ്ഞാൽ അതിൽ നല്ല വീട് വേണം, വിവാഹം കഴിഞ്ഞാൽ അത് സന്താനങ്ങൾ വേണം. അങ്ങനെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആന്തരിക സങ്കല്പങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പൊരുത്തമെന്ന് പറയുന്നത്. എന്നാൽ ഒരു 50% ഒത്തു കിട്ടിയാൽ മഹാഭാഗ്യം. പൊതുവേ കലികാലമാണ്. കലികാലത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? എപ്പോഴും ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, നല്ല വീട് കുടുംബ പശ്ചാത്തലത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നിനും പ്രാധാന്യം കൊടുത്ത് വരുമ്പോൾ വ്യക്തിക്ക് അവിടെ പ്രാധാന്യം കുറയുക ചെയ്യുന്നത്. വിദേശത്ത് നേരെ മറിച്ചാണ്. അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം. വ്യക്തിയുടെ എബിലിറ്റി, അവരുടെ കൾച്ചർ ഇതുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വിദേശീയർക്ക് അറിയാം. എന്നാൽ അവർക്കറിയാത്തത് ജീവിതത്തിലെ ചതിക്കുഴികളാണ്. നമ്മളെപ്പോലെയല്ല, ജീവിതത്തിലെ ഒരുപാട് പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന ആളുകളാണ് അവർ. കുറേയൊക്കെ ഒരു 80%. നമ്മുടെ 80% നെഗറ്റീവാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന വ്യക്തിയോട് ഒരു പുരുഷൻ എന്ന വ്യക്തിക്ക് മാനസികവും ശാരീരികമായിട്ട് തോന്നേണ്ടതായിരിക്കുന്ന കുറേ ഘടകങ്ങളും ജീവിതത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തുന്നത് വരെ അതിനാവശ്യമായ വിഭവങ്ങൾ വന്നു ചേരാൻ ആവശ്യമായ ക്വാളിറ്റി, കണ്ടൻസ്, ഇത് രണ്ടും കൂടെ ചേർന്നാലുണ്ടോ എന്ന് നോക്കുന്നതാണ് പൊരുത്തം. എന്നാൽ ഇത് വേണമോ വേണ്ടയോ എന്ന് പൂർണ്ണമായും വ്യക്തികൾക്ക് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളുടെ കുറേ ഡിമാൻഡ്സ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും വ്യക്തിയുടെ പ്രാധാന്യം കുറയും. വ്യക്തിക്ക് മാത്രമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, മറ്റ് ഘടകങ്ങൾക്ക് പ്രാധാന്യം കുറയും. ഇത് രണ്ടും കൂടെ സമന്വയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു 50% ഒക്കെ നമുക്ക്, ഒരു 51% ഒക്കെ നമുക്ക് ഈക്വലിറ്റി ഉണ്ടെങ്കിൽ ആ പൊരുത്തപ്രകാരം ജാതകം യോജിപ്പിക്കാം. ഓക്കെ, കൂടുതൽ വിശദമായ ഒരു വിവരണം അടുത്ത വീഡിയോയിൽ നൽകാം. നന്ദി, നമസ്കാരം.